എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പുതിയ മരുന്നിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഈ മരുന്ന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുത്തിവെച്ച് നമ്മൾക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഡയബറ്റിസിന് വേണ്ടിയും അതുപോലെ തന്നെ അതിനെ വേറൊരു ഫോമിൽ വെയിറ്റ് ലോസിന് വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അതിന്റെ പേര് ഒസെംപിക് എന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. ഞാനൊരു ഡോക്ടറോ ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് കണക്ഷനുള്ള ആളോ അല്ല. എന്റെ കണക്ഷൻ എന്റെ ബന്ധുക്കളും സ്വന്തക്കാരും വഴി മാത്രമാണ്. അവരാരും പറഞ്ഞിട്ടല്ല ഞാനിത് പറയുന്നത്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് പറയുന്നതിന്റെ പ്രധാന കാരണം എനിക്ക് തന്നെ എന്നെ കുറിച്ച്, എന്റെ ഡയബറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്റെ ശരീരത്തിൽ? അപ്പൊ ഈ കാണുന്ന എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെന്താണ്? അതിൽ ചിലതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അതെന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ മാത്രമാണ് എന്നെ ഇതിലേക്ക് നയിച്ചതും അതിൽ കൂടെ ഞാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആരും ഞാൻ പറയുന്നത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്കും ഇൻഫോംഡ് ചോയ്സസ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നമ്മളെ ആളുകൾ ഇൻഫോംഡ് ചോയ്സസ് ഉണ്ടാക്കാമെന്നും നമ്മുടെ ഡോക്ടറോട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഇത് സഹായിക്കുമെന്നും വെച്ചാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഈ ഒസെംപിക് എന്ന് പറയുന്ന മരുന്ന് നമ്മൾക്ക് വേറൊരു കാഴ്ചപ്പാട് തരുന്ന ഒരു മരുന്നാണ്. ഇതിനു മുമ്പ് നമ്മൾ ഡയബറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ പാൻക്രിയാസിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വന്നു. ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് പാൻക്രിയാസ് ബേൺ ഔട്ട് ആയിട്ടാണ് ഡയബറ്റിസ് വരുന്നത്. പിന്നീട് പറഞ്ഞു അല്ല, പാൻക്രിയാസിലും ലിവറിലും ഒക്കെ ഫാറ്റ് വന്ന് നിറഞ്ഞിട്ടാണ് ഡയബറ്റിസ് വരുന്നത്. ലിവറും ഷുഗർ റിലീസ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ലിവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ലിവർ ഇൻസുലിന്റെ സിഗ്നൽ അക്സെപ്റ്റ് ചെയ്ത് ഷുഗർ കയറ്റുന്നില്ല. ഫാറ്റ് സെൽസ് ഒക്കെ, നമ്മുടെ ശരീരത്തിലെ സെൽസ് ഒക്കെ ഫാറ്റ് കൊണ്ട് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല പല വേർഷൻസ് നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. ആ വേർഷൻസിനൊക്കെ തന്ന എല്ലാത്തിനും ഒരു പ്രൈമറി ആയിട്ടുള്ള സ്റ്റെപ്പ് വെയിറ്റ് ലോസ് എന്നുള്ളതാണ്. അപ്പൊ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഗുണ്ടൊന്നും ആകണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മുടെ വിസറൽ ഫാറ്റ് ലൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫാറ്റ് ലോസ് ഇതിന്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പാൻക്രിയാസും ലിവറുമാണ്. ഇപ്പൊ മൂന്നാമത് ഒരു വിഭാഗം നമ്മളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഇൻറ്റസ്റ്റൈൻസ്. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ് ഇപ്പോൾ ഈ നമ്മളുടെ ഒസെംപിക് എന്ന് പറയുന്ന മരുന്നിന്റെ ടാർഗറ്റ്. ബാക്കിയുള്ള മരുന്ന് നമ്മൾ ആദ്യമൊക്കെയാണ് ഇൻസുലിൻ കുത്തിവെക്കുകയായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇൻസുലിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചില മരുന്നുകൾ, ലിവർ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനുള്ള മരുന്നുകൾ, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കുടലിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ബേറിയാട്രിക് സർജറി വന്നതിന് ശേഷമാണ്. ബേറിയാട്രിക് സർജറി വന്നു. ബേറിയാട്രിക് സർജറി ചെയ്ത് കുടലിന്റെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയോ അല്ലെ വയറിനെ ബാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പലരുടെയും വെയിറ്റ് ലോസ് നാച്ചുറലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും, അതുണ്ടാകുമെന്ന് പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങളും മാറി. ഇതിൽ ഈ വെയിറ്റ് ലോസ് ഇതിനോടൊക്കെ വളരെ കണക്റ്റഡ് ആണ്. അപ്പൊ അതിന് നോക്കിയിട്ട് നമുക്കറിയാം, നമ്മളുടെ ഇവിടെയൊക്കെ വന്ന് പ്രസംഗിച്ച ഡോക്ടർ നമ്മളോട് വെയിറ്റ് ലൂസ് ചെയ്യാനും വളരെ ലിമിറ്റഡ് കാലറി ഡയറ്റിൽ പോകാനും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതുപോലെ ഇതിനെ തന്നെ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കുടലിനകത്ത് ചില ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോൺസിന്റെ പേരാണ് ഇൻക്രെറ്റിൻസ്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണാണ് GIPയും GLP-1ഉം. ഈ രണ്ട് ഹോർമോണിനെ ആധാരികമാക്കിയാണ് പല ഇപ്പോഴത്തെ ഈ ഒസെംപിക് പോലെയുള്ള മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ ഹോർമോൺസിനെ ടാർഗറ്റ് ചെയ്യുന്നത്? അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഈ ഇൻക്രെറ്റിൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇപ്പൊ നമുക്ക് തടി വണ്ണം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ ഹങ്കറിനെ കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വ്യൂ പോയിന്റ്. നമ്മൾ വിശക്കുന്നത് കൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. ചിലപ്പോഴൊക്കെ സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഉള്ള ഒരു കാര്യമാണ്, ഞാൻ സ്ട്രെസ്ഡ് ആകുമ്പോൾ മേശപ്പുറത്ത് കാണുന്നതൊക്കെ എടുത്ത് തിന്നും, അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ പോയി ചെകഞ്ഞ് എന്തെങ്കിലും എടുത്ത് തിന്നും. ചിലതൊക്കെ ഞാൻ സ്റ്റോർ റൂമിൽ ഒളിച്ചു വെക്കും. എന്നാലും സ്ട്രെസ്ഡ് ആകുമ്പോൾ കഴിക്കണമെന്ന് തോന്നും. അപ്പോൾ ഈ ഒസെംപിക് എന്ന് പറയുന്ന മരുന്ന് ഈ ഇൻക്രെറ്റിൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന മരുന്നാണ്. ഇൻക്രെറ്റിൻസിനെ ടാർഗറ്റ് ചെയ്യുകയല്ല, ഇൻക്രെറ്റിനെ മിമിക് ചെയ്യുന്ന മരുന്നാണ്. അതുപോലെ തന്നെ
ആക്ട് ചെയ്യുന്ന മരുന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഈ ഇൻക്രെറ്റിൻസ് എന്താണ് ചെയ്യുന്നത്? അത് നമ്മളെ പഠിപ്പിക്കുന്നത് വെൻ ടു സ്റ്റോപ്പ് ഈറ്റിംഗ്, എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് മതിയാക്കേണ്ടത് എന്ന്. നമ്മുടെ വയറ് നിറഞ്ഞു എന്നുള്ളതിന്റെ അവയർനെസ് നമുക്ക് തരുന്ന ഒരു സംഭവമാണ് ഇൻക്രെറ്റിൻസ്. പിന്നെ അത് ഇനി എപ്പോഴാണ് തിന്നേണ്ടത്, അടുത്ത തിന്നേണ്ട സമയവും നമ്മുടെ വയർ നിറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് അവെയറായിട്ട് നമ്മൾ കഴിച്ചു മതിയാക്കി, പിന്നെ വയർ നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള അവയർനെസ്സും അത് പോയി കഴിഞ്ഞ് തിന്നാനുള്ള ആ ഗ്യാപ്പ് തരുവാനും ഇൻക്രെറ്റിൻസ് സഹായിക്കുന്നു. അപ്പൊ അതിന്റെ മെക്കാനിസം എന്താണെന്ന് പറഞ്ഞാൽ അത് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് സ്ലോ ഡൗൺ ചെയ്യും. നമ്മുടെ വയറ്റിൽ നിന്ന് ഭക്ഷണം മൂവ് ചെയ്ത് നമ്മുടെ വയറിൽ നിന്ന് പുറത്തോട്ട് വന്ന് കുടലിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതും താഴോട്ട് പോയി ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കൊക്കെ പോകുന്നതിനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഡോക്ടർ പറയുന്നത് സ്റ്റമക്ക് ഇസ് ദ ഹോൾഡിംഗ് ടാങ്ക് വിച്ച് സ്ലോലി റിലീസസ് ദ കണ്ടന്റ് ഇൻ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ വയർ ഒരു ബാഗ് പോലെ ഇങ്ങനെ ഇരിക്കും, അത് ഒരു ഹോൾഡിംഗ് ടാങ്ക് ആണ്. നമ്മൾ കഴിച്ച ഭക്ഷണം എല്ലാം ഉടനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല, അതെല്ലാം കൂടെ നമ്മുടെ വയറിൽ വരും, സ്റ്റമക്കിൽ വന്നിട്ട് അതൊരു ഹോൾഡിംഗ് ടാങ്ക് പോലെ ഹോൾഡ് ചെയ്ത് കുറേശ്ശെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് കുറേശ്ശെ അത് കുടലിലേക്ക് റിലീസ് ചെയ്യും, കുടലിനെ ഹാൻഡിൽ ചെയ്യാവുന്ന ലെവലിൽ റിലീസ് ചെയ്യും. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനെ ഡൈജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും ഉള്ള സമയം കിട്ടും. അപ്പോൾ അങ്ങനെ പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് പെട്ടെന്ന് സ്പൈക്ക് ചെയ്യുന്നില്ല, കാരണം കുറച്ച് വരുന്നു, ആ കുറച്ച് വരുന്നതിനെ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഗ്രാജുവൽ ആയിട്ട് നമ്മളുടെ ബ്ലഡ് ഷുഗർ റൈസ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ നമ്മളുടെ വയറിലെ ഗ്യാസ്ട്രിക് ടെംപ്റ്റിങ് സ്ലോ, നമ്മുടെ വയറിനകത്ത് ഇരിക്കുന്ന ഈ ഭക്ഷണം അവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ വയർ ഇങ്ങനെ ഡിസ്റ്റൻഡഡ് ആയിട്ടിരിക്കും, പോകുമ്പോൾ നമ്മൾ വയറ് ചൊങ്ങും. അപ്പൊ ഇങ്ങനെ ഡിസ്റ്റൻഡഡ് ആയിട്ട് സ്റ്റമക്ക് ഇരിക്കുന്നു. അപ്പൊ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആ വയറിന്റെ സെൽസിലുണ്ട്, ആ സ്ട്രെച്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ള വിവരം അതിനറിയാം. അപ്പൊ അതെന്ത് ചെയ്യും? അത് നമ്മൾക്ക് അവയർനെസ് തരും, നമ്മൾ ഫുള്ളാണ്, നമ്മൾ ഭക്ഷണം നിർത്തണം, ഇനി കഴിക്കണ്ട. അത് ഈ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് അല്ലെ ആ സ്ട്രെച്ച് പോയി എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ അടുത്ത മീല് കഴിക്കുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് മീല് ഡിലേ ചെയ്യുകയും ചെയ്യും. ഇത് ഒരു ഇഫക്റ്റ്, അതായത് സ്ലോയിങ് ഡൗൺ ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. രണ്ടാമത്തെ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അത് ബ്രെയിനില്, ഹൈപ്പോതലാമസിലോ ബ്രെയിനില് നമ്മൾക്ക് ഒരു അവയർനെസ് തരും. ഈ ഇൻക്രെറ്റിൻസ് നമ്മളുടെ വയറാണ് അത് റിലീസ് ചെയ്യുന്നത്, ഗട്ട് ഇൻറ്റസ്റ്റൈൻ ആണ്. ഇൻറ്റസ്റ്റൈൻ റിലീസ് ചെയ്യുന്ന ഇൻക്രെറ്റിൻസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടെ നമ്മുടെ ബ്രെയിനിൽ ചെന്ന് അത് ക്രോസ് ഓവർ ചെയ്ത് ബ്രെയിനിൽ എത്താവുന്ന സ്ഥലത്ത് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, സർക്കുലേഷനിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റമിന് നമ്മളുടെ ഫുൾനെസ്സിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. അത് നമ്മൾക്ക് അത് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ ഓർഗൻസിനെ ട്രിഗർ ചെയ്യുകയും ചെയ്യും. അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഓവർ ഈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നിക്കുന്നതും ഈ ഇൻക്രെറ്റിൻസ് നമ്മുടെ ബ്രെയിനിൽ ചെല്ലുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നത് ഈ ഒസംപിക്കിന്റെ ഒരു ഇഫക്റ്റ് ആണ്. നമ്മൾക്ക് കൂടുതൽ കഴിച്ചാൽ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഒസംപിക് ഇഫക്റ്റ് നമ്മൾക്ക് ഭക്ഷണത്തിൽ കൂടെയും കൊണ്ടുവരാം. ഇതേ ഇഫക്റ്റ് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കൊണ്ടുവരാം. അത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ വീഡിയോ വളരെ ലോങ് ആകുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മുഷിപ്പ് തോന്നുകയും ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കേട്ട് കഴിയുമ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഒസംപിക് എന്ന് പറയുന്ന ആഴ്ചയിൽ ഒരിക്കൽ കുത്തിവെക്കുന്ന മരുന്ന് കുത്തിവെക്കാതെ ദിവസവുമുള്ള ഭക്ഷണചര്യയിലൂടെ ഈ ഇഫക്റ്റ് നമ്മളുടെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് സ്ലോ ചെയ്യുക, വയർ ഡിസ്റ്റൻഡഡ് ആയിട്ടിരിക്കുക, അടുത്ത ഭക്ഷണം കഴിക്കുന്നത് ഡിലേ ചെയ്യുക, ഇതൊക്കെ എങ്ങനെ ചെയ്യാം, ഡയറ്റിൽ കൂടെ എങ്ങനെ ചെയ്യാം, നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പല കാര്യങ്ങൾ തന്നെയാണ്. അത് വേറൊരു വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണിത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു.